ഒരു ചന്ദ്രമാസത്തിന്റെ ചന്ദ്രന്റെ പിറവി കണ്ടു. അടുത്ത മാസം വന്നു, അതിന്റെ അടുത്ത മാസം വന്നു. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടില് അടുപ്പ് പുകഞ്ഞിട്ടില്ല. ആയിഷത്തു സിദ്ദീഖ അടുപ്പിൽ വെച്ച് വേവിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണവും ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ സാക്ഷ്യപ്പെടുത്താണ്. അടുത്ത ഹദീസ് എന്താണെന്നറിയോ? അവിടെ നിന്ന് പറയാൻ അടുത്ത ഹദീസിൽ സഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തുന്നു. മദീനത്ത് വന്നിട്ട് 10 കൊല്ലം അള്ളാഹുവിന്റെ ഹബീബ് ഉളഹിയത്ത് മുടക്കിയിട്ടില്ല. അള്ളാഹിന്റെ റസൂൽ എല്ലാ കൊല്ലവും ഉളഹിയത്ത് അറുത്തു എന്ന് മാത്രമല്ല, ഒരു തവണ അവിടെ നിന്ന് ഉളഹിയത്ത് അറുത്തത് 100 ആടുകളെയാണ് ഉളഹിയത്ത് അറുത്തത്. ആലോചിക്കണം. അതിൽ 63 സ്വന്തം കൈകൊണ്ടറുത്തു, ബാക്കി അലി ഇബ്നു അബീ ത്വാലിബിനെ ഏൽപ്പിച്ചു കൊടുത്തു. പട്ടിണി കിടന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൊബൈൽ റീചാർജ് ചെയ്യാൻ ഒരു വീട്ടിലേക്ക് വേണ്ട തുക 1500-ന്റെയും 2000-ന്റെ മുകളിലാണ്. നെറ്റിന്റെ റീചാർജ് വേറെയാണ്. ഇതൊക്കെ ആവശ്യമാണ്. ഇതൊന്നും അനാവശ്യങ്ങളൊന്നോ ആഡംബരങ്ങളൊന്നും അല്ല പറഞ്ഞത്. നമ്മുടെ ഒഴിവ് കഴിവെന്താ? ഉളഹിയത്തിൽ നിന്ന് മാറാൻ. അതാണ് ആലോചിക്കുന്നത്. ഇവിടെ വ്യക്തമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരു നന്മയെ പറഞ്ഞാൽ ഉറച്ച മുസ്ലിം എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കും. എന്നാൽ മുനാഫിഖ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഈമാൻ ഉറക്കാത്തവൻ. അതിന്റെ പച്ചാർത്ഥം അതല്ല, കപട വിശ്വാസിനാണ്. അവൻ ആലോചിക്കുന്നത് എങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റും, ഇത് ഞാൻ എങ്ങനെ ഒഴിവാകും, എനിക്ക് എങ്ങനെ ഇത് മാറ്റിവെക്കാൻ കഴിയും. ഇതാണ് കപട വിശ്വാസിയുടെ ആലോചന. നമ്മുടെ ആലോചന എന്താണ്? നാം സ്വന്തം ആലോചിക്കാൻ, അയൽപക്കത്തുകാരന്റെ ആലോചനയെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. എന്റെ ആലോചന എന്താ? ഞാൻ എനിക്ക് കഴിവുണ്ടായിരിക്കെ എന്റെ മനസ്സിൽ എന്താ കടന്നു പോകുന്നത്? ഞാനിത് ചെയ്യുന്നവനാണോ ചെയ്യാത്തവനാണോ? ജുമാക്ക് നേരത്തെ വരണമെന്ന് പറഞ്ഞാൽ എന്റെ ആലോചന ഇത് സാമ്പത്തിക വിഷയത്തിൽ മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞ ഒരു നന്മ പറഞ്ഞാൽ മുഅ്മിൻ ആലോചിക്കാൻ എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും. ജുമാക്ക് നേരത്തെ വരണമെന്ന് പറയും. മുഅ്മിനീങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ടുണ്ടായ ബിദ്അത്ത് ജുമാക്ക് വൈകി വരലാണ്. ഇമാമുകൾ സാക്ഷ്യപ്പെടുത്തുന്നു, ആദ്യത്തെ ബിദ്അത്ത് ജുമാക്ക് വൈകി വരലാണ്. നമ്മൾ ജുമാക്ക് നേരത്തെ വരുന്ന വിഷയം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആലോചിക്കും, വൈകാൻ എനിക്കുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ഏതൊരു വിഷയവും ഏതൊരു നന്മയും ജമാഅത്തിനെത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും, ജമാഅത്തിനെത്താതിരിക്കാൻ എനിക്ക് കാരണങ്ങൾ ഇങ്ങനെ പലതാണ് എന്നല്ല ആലോചിക്കേണ്ടത്. എനിക്കെങ്ങനെ അടുത്ത തവണ മുതൽ ജമാഅത്തിനെത്താൻ സാധിക്കും, എനിക്ക് സുബഹിയുടെ ജമാഅത്ത് പങ്കെടുക്കാൻ കഴിയില്ല, എനിക്ക് ഉറക്കം കിട്ടണം എന്നല്ല ആലോചിക്കേണ്ടത്. എനിക്കെങ്ങനെ എന്റെ സുബഹിയുടെ ജമാഅത്ത് കിട്ടണം, എനിക്കെങ്ങനെ മറ്റു വഖത്തുകൾ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ കഴിയണം. ഇങ്ങനെ ഒരു നന്മ പറഞ്ഞാൽ എങ്ങനെ അത് സാധിക്കും